കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പെരുമ്പളത്തിൻ്റെ ഒരു കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉത്സവ അന്തരീക്ഷമാണ് പെരുമ്പളത്ത് ആകെയുള്ളത്. അപ്പം അതുതന്നെ ഇത്രയും വരുന്ന ജനങ്ങൾ ഈ പാലത്തെ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. കേരളത്തിലെ ഗവൺമെൻറ് 10,000 പേർക്ക് വേണ്ടി 100 കോടി രൂപ മുടക്കി പണിതൊരു പാലമാണിത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്കും ഈ ഗവൺമെൻറ് എങ്ങനെ ആശ്രയമാകുന്നു, ആശ്വാസമാകുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. അതിൻ്റെ ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഈ ദ്വീപിനെ പരിഗണിച്ചതിൻ്റെ ഒരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് സജീവ് സൂചിപ്പിച്ചു. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരായ കാലത്ത്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തിയിരുന്ന കാലത്ത് 1990 കാലഘട്ടത്തിലൊക്കെ ഇങ്ങോട്ടൊന്ന് കടക്കാനോ കോളേജിലേക്ക് പോകാനോ ഒക്കെ ഒരു ബോട്ട് മിസ്സായാൽ ഞങ്ങളുടെ ഒരു ദിവസം ചിലപ്പോൾ നഷ്ടപ്പെടും. തിരിച്ച് കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ 7 മണിക്ക് ശേഷമോ 7:30-ക്ക് ശേഷമോ വന്നാൽ ബോട്ട് മിസ്സായാൽ പല ദിവസങ്ങളിലും പൂത്തോട്ടയിലോ അല്ലെങ്കിൽ പാണാവള്ളിയിലോ ഒക്കെ ബോട്ട് ജെട്ടിയിൽ കിടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ടാവും ഇങ്ങനെ ഇതുപോലെ. അപ്പോൾ ഞങ്ങൾക്ക് ഇക്കരെ കിടക്കാൻ ഒരു മാർഗവുമില്ല. പിന്നെ അത്തരം ഒരു പ്രതിസന്ധിയിൽ നിന്നാണ് ഒരിക്കൽ പോലും ഞങ്ങളുടെ സ്വപ്നത്തിൽ ഇങ്ങനൊരു പാലം, ഇത് ഇത്രയും മനോഹരമായ ഒരു പാലം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല. അതിനുള്ള പോരാട്ടങ്ങളും അതിനുള്ള ശ്രമങ്ങളും ഒക്കെ പലതരത്തിലും പലയിടങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതിങ്ങനെ സാക്ഷാത്കരിക്കുന്ന തരത്തിലേക്ക് വന്നത് പെരുമ്പളത്തെ ജനതയെയും കേരളത്തിലെ ജനങ്ങൾക്കും ഏറെ അഭിമാനിക്കാൻ കഴിയുന്നതാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലത്തിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് ഇതെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളാകെ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ ഇതിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നത് ഒക്കെ നമുക്ക് പല നിങ്ങളിപ്പോൾ എല്ലാ വാർത്താ മാധ്യമങ്ങളും നിങ്ങളെപ്പോലുള്ള എല്ലാ സമൂഹ മാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് പെരുമ്പളത്തെ പാലത്തെ സംബന്ധിച്ചാണ്. ഓരോ വീടുകളിലും ഓരോ ആളുകളിലും ഇത് ഉത്സവം തന്നെയാണ് തീർന്നത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ ഞാനിപ്പോൾ കൺസ്യൂമർ ഫെഡിൻ്റെ ഒരു വിദേശ മദ്യ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. 9 മണിക്ക് ശേഷമാണ് ഷോപ്പ് അടക്കുന്നത്. ഞങ്ങൾക്ക് പലപ്പോഴും വീട്ടിലെത്താൻ കഴിയാത്ത സ്ഥിതിയിൽ നിന്ന് വളരെ വിഷമത്തോടു കൂടി ഞങ്ങൾ മറുകര പോയി ജീവിക്കണം. നമ്മുടെ തൊഴിൽപരമായ കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളൊക്കെ കൂടി ഇന്ന് ഇവിടെ ഒത്തുചേരുകയാണ്. കഴിഞ്ഞ 7-8 ദിവസങ്ങളായി പാലം ജനങ്ങൾക്കായി ഇങ്ങനെ തുറന്നു കൊടുത്തപ്പോൾ മുതൽ ഇപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഇടുക്കിയിൽ വണ്ടൻമേടിൽ താമസിക്കുന്ന ഒരു സുഹൃത്ത്, ഞങ്ങളുടെ ഒരു പഴയകാല പൊതുപ്രവർത്തകൻ സജീവ് എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വയനാട്ടിൽ താമസിക്കുന്നവർ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ മാറി താമസിക്കുന്ന പെരുമ്പളത്തുകാരെല്ലാം തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിലെ പൊതുപ്രവർത്തകരും ജനങ്ങളും എല്ലാം തന്നെ പെരുമ്പളത്ത് ഈ 7 ദിവസവും തടിച്ചുകൂടിയാണ്. ഒരു ഉത്സവ അന്തരീക്ഷമാണ് പെരുമ്പളത്തെ സംബന്ധിച്ചുള്ളത്. ഈ പാലം ഈ പെരുമ്പളം ജനതയെ സംബന്ധിച്ച് വളരെ വലിയൊരു അനുഗ്രഹവും ആശ്വാസവുമാണ്. മരണപ്പെട്ടവർ ബോട്ടുകളിലും വഞ്ചികളിലുമൊക്കെ ആയി പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒരു വളരെ കൗതുകരമായ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടു കാണും. ബോട്ടിൽ പ്രസവിച്ച് ഏത് ബോട്ടിലാണോ പ്രസവിച്ചത് ആ ബോട്ടിൽ തന്നെ ജോലി SWTDയിൽ ജോലി ലഭിച്ചിട്ട് ആ ജോലി കിട്ടാൻ വേണ്ടി ടെസ്റ്റ് എഴുതി ആ ജോലി കരുതിയിരുന്ന ആ ജോലി ലഭിച്ച് ആ ബോട്ടിൽ തന്നെ ജോലിക്ക് കയറിയ കൗതുകരമായ ഒരു കാഴ്ച കഴിഞ്ഞ 1 മാസത്തിനും 1-2 മാസത്തിനു മുമ്പ് വെങ്കടേഷ് ബാബു എന്ന് പറയുന്ന നമ്മുടെ ഒരു ചെറിയ സുഹൃത്ത്, ഞങ്ങളുടെയൊക്കെ ഒരു അനുജൻ അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു. അതൊരു വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അങ്ങനെ തന്നെ പെരുമ്പളം ശ്രദ്ധിക്കപ്പെട്ടൊരു കാലമുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട്. വെങ്കടേഷ് ബാബു അവൻ ജനിച്ച ബോട്ടിൽ ജോലി കിട്ടാൻ വേണ്ടി അവൻ്റെ സ്വപ്നത്തിൻ്റെ പുറകെ പോയി. അങ്ങനെ അല്ലാതെ മരണപ്പെട്ടവരുണ്ട്. വെള്ളത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് മരണപ്പെട്ടവരുണ്ട്. അങ്ങനെ വ്യക്തിപരമായ എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും ദുരിതം സമ്പാദിച്ചിട്ടുള്ള, എന്നാൽ പെരുമ്പളത്തെ ജീവിതം വളരെ സുഖകരമായിരുന്നു. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എല്ലാവരും ഞങ്ങൾക്ക് പരസ്പരം അറിയായിരുന്നു. ഒരു പ്രതിസന്ധി വന്നാൽ ഒരു തണ്ടിൻ്റെയും പങ്കായത്തിൻ്റെയും ബലത്തിൽ നിമിഷങ്ങൾ കൊണ്ട് എറണാകുളത്തോ പൂത്തോട്ടയിലോ ഒക്കെ അല്ല ആശുപത്രികളിലേക്ക് എത്താനുള്ള സംവിധാനങ്ങൾ എത്തിച്ചിരുന്നു. അതിനെ ഞങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. പക്ഷേ ആ അതിജീവനം ഒരു ഘട്ടം വന്നപ്പോൾ നമുക്ക് അപ്രാപ്യമായി. പലപ്പോഴും ദുരിതങ്ങളും ഞങ്ങൾ നേരിടേണ്ടി വന്നു. അത് വെച്ച് പരിശോധിക്കുമ്പോൾ ഈ പാലം പെരുമ്പളം ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഈ ഗവൺമെൻറ്റിനോട് എല്ലാ കാലത്തും പെരുമ്പളത്തെ മുഴുവൻ ജനങ്ങളും കടപ്പെട്ടിരിക്കും.